നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പവിത്രനെയും ഗിരിജയൊക്കെ ഏട്ടത്തി ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ഞങ്ങളെല്ലാം ശ്രേയയുടെ പിന്നാലെയാ. അവര് വിളിച്ചിട്ടും ശ്രേയ കൂടെ പോയില്ല. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അവളെ കാണാനില്ല. നിഖിലും രൂപേഷും ഞാനും ഒക്കെ ശ്രേയയെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാ. അല്ലടാ, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഗിരിജയും വീണയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നിഖിലിനെ അടിച്ച് പാഴ്സലാക്കി അവരുടെ അടുത്ത് എത്തിക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. അവർക്ക് നിഖിലിനെ കിട്ടി. ഗിരിജ എന്നോടത് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നീ ദർശനെ കൂട്ടിക്കൊണ്ട് പോയി അവനെ രക്ഷിക്കണം. സത്യം ഞാൻ ഈ പറയുന്നേ. ഗിരിജയെ നിനക്ക് അറിയാലോ. വേഗം, അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് നീ വേഗം പോയി രക്ഷപ്പെടുത്ത്. ശരി ചേച്ചി. നീ ആരാടാ? മൈക്കിൾ മദന കാമരാജനോ? ആന്ധ്രയിൽ ഒരു തെലുങ്കത്തി ഭാര്യയും കുഞ്ഞും, ബാംഗ്ലൂരിൽ കന്നഡക്കാരി പ്രവീണ ഡണ്ടൻ, പിന്നെ ശ്രേയ. നീ ആരാടാ? ഓൾ ഇന്ത്യ പെർമിറ്റുള്ള കല്യാണ തട്ടിപ്പ് വീരനോ? എന്റെ മോളെ പറഞ്ഞ് മയക്ക് ഗർഭിണിയാക്കി. എന്നിട്ട് പോരാഞ്ഞ് വീണയെ കല്യാണത്തിന് വേണ്ടി ഉടുപ്പം തയ്പ്പിച്ചിട്ട് വെളുപ്പിന് 4 മണിക്ക് വണ്ടിയുമായി എന്റെ മോളെ തട്ടിക്കൊണ്ടു പോവാൻ റെഡിയായിട്ടിരിക്കുന്നവനല്ലേ നീ? എടാ, ഇതൊന്നും ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? സത്യം പറയടാ, എവിടെ എന്റെ മോള്? അവളെ നീ എങ്ങോട്ടാ മാറ്റിയത്? അതാ ഞാനും ചോദിക്കുന്നത്. ശ്രേയ നിങ്ങൾ എങ്ങോട്ടാ മാറ്റിയത്? എന്നെ ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചതച്ച് ഇവിടെ എത്തിച്ചത് നിങ്ങളാണെങ്കിൽ എനിക്കുറപ്പാ ശ്രേയയും അവിടെ നിന്ന് കടത്തിയത് നിങ്ങൾ തന്നെയാ. നിങ്ങൾ പറ, ശ്രേയ എവിടെ? ശ്രേയയെ മുൻകൂട്ടി മരുവത്തൂരിന്ന് മാറ്റിയത് നീയാ. എന്നിട്ട് എല്ലാവരുടെ മുന്നിലും ശ്രേയയെ കാണാനില്ല എന്നൊരു നാടകവും. പവിയേട്ടനെ അന്ന് കുപ്പിച്ചില്ലിന്റെ പുറത്ത് തള്ളിയിട്ട അന്ന് മുതൽ ഞാൻ നിന്നെ ഓങ്ങിയതാ. നിന്റെയും വീണയുമായുള്ള കല്യാണം നടക്കുന്നെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതി ഞാൻ അങ്ങ് ക്ഷമിച്ചു. എന്നിട്ട് അവസാന നിമിഷം നീ കലമിട്ട് പൊട്ടിച്ച് അവളെയും പറ്റിച്ചു. അങ്ങനെ നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നിന്നെ കൊണ്ട് വീണയെ തന്നെ കെട്ടിക്കാമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്തിനാ ഗിരിജേ നീ പാവം ചെക്കനെ ആളെ വിട്ട് തല്ലിച്ചത്? ഇവനെ തല്ലാനും കൊല്ലാനുള്ള അധികാരം എനിക്ക് മാത്രമാ. എനിക്ക് മാത്രം. നീ എന്ത് വിചാരിച്ചടാ? ഞാൻ എല്ലാം ക്ഷമിച്ചെന്നോ അതോ മറന്നുപോയെന്നോ? ഒന്നും മറക്കുന്നവനല്ല ഈ പവിത്രൻ. മരുവത്തൂർ കോവിലകത്തെ വല്യമ്പുരാട്ടി എന്നെ വെല്ലുവിളിച്ച് ഇറക്കി വിട്ടു.
അവരെ പോലും നക്കുപ്പും നാറാണക്കല്ലും ഇല്ലാതെ മുട്ടിലെഴഞ്ഞ് തെണ്ടുന്നത് ഞാൻ കാണിച്ചു തരാടാ. അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നാണോടാ നിന്നെപ്പോലൊരു പുഴു. വേണ്ട സാറേ, വിടാൻ സാറേ, വിടും വിടാൻ. വേണ്ട പവിത്ര സാറേ, വിടാൻ. ഇവന്റെ കഥയിന്ന് ഞാൻ തീർക്കും. സാറേ, ബാംഗ്ലൂർ എനിക്ക് അവിഹിത ബന്ധം ഉണ്ടാകടാ. അത് കണ്ടുപിടിച്ചിട്ട് നീ തെളിയിച്ചോണ്ട് വാടാ. വേണ്ട, വിടാൻ. നിനക്കെന്റെ പൊന്നമത്ത് ട്രേഡേഴ്സിന്റെ ഓഹരി വേണം അല്ലടാ? ഓഹരിയല്ല, അതിനപ്പുറം ഞാൻ തരാം. ഞാനിപ്പം മേടിച്ചിട്ടിരിക്കുന്ന പൊന്നമത്ത് തറവാട്ടിൽ 1 6 അടി മണ്ണ് ഞാൻ നിനക്ക് തരാം, നിന്നെ അങ്ങ് അടക്കാൻ. വേണ്ട പവിയേട്ടാ, നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വീണയെ കെട്ടാനുള്ള മണവാളന് തെലുങ്കത്തിയിൽ ഒരു കൊച്ചുണ്ടെന്നാ പറയുന്നേ. നമ്മുടെ മരുമോനായി പേരക്കുട്ടിയെ സമ്മാനിക്കാൻ ഒരുങ്ങിയവനല്ലേ ഇവൻ. അവനെ അങ്ങനെ പെട്ടെന്ന് കൊല്ലണ്ട. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കളിക്കാനും നമുക്കൊരുത്തനെ വേണ്ടേ? നമുക്കിപ്പോ ആവശ്യം ശ്രേയ എവിടെയുണ്ടെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കുക മാത്ര. കുര്യച്ച, നമുക്കിടയിലെ മധ്യസ്ഥനല്ലേ കുര്യച്ചൻ? ഇവന് ജീവൻ ബാക്കി വേണമെങ്കിൽ ശ്രേയ എവിടെയുണ്ടെന്ന് പറയാൻ പറയാ.